ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് നാളായി നമ്മളുടെ ചാനലിൽ വീഡിയോസ് വന്നിട്ടെന്ന് അറിയാം. ക്ഷമിക്കുക, നമ്മളുടെ ജിപ്സി പോയതിന് ശേഷം വലിയ വീഡിയോസ് ചെയ്യാനുള്ളതൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ വീണ്ടും അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിന്ന് തുടങ്ങിയാലോ. ഇന്ന് നമ്മളെ ജിപ്സിയിലെ സ്പീഡോമീറ്റർ കേബിൾ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വളരെ ഷോർട്ടാക്കി സിമ്പിളാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ടൂൾ ബോക്സ് ഇരിപ്പുണ്ട്. ഇതിൽ എനിക്ക് വേണ്ട ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൽ ആവശ്യമുള്ളത് ഒരു അലൻകി ആവശ്യമുണ്ട്, ഒരു 10ൻ്റെ സ്പാനർ ആവശ്യമുണ്ട്, പിന്നെ ഒരു പ്ലെയർ ആവശ്യമുണ്ട്, പിന്നെ നമ്മളുടെ സ്പീഡോമീറ്റർ കേബിളും. സ്പീഡോമീറ്റർ പല തരത്തിൽ വർക്ക് ചെയ്യാതിരിക്കാം. ഒന്നെങ്കിൽ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആവാം, അതല്ലെങ്കിൽ കേബിൾ ആവാം, അതും അല്ലെങ്കിൽ ട്രാൻസ്ഫർ കേസിൻ്റെ ഉള്ളിലെ പിനിയൻ ഡാമേജ് ആവാം. നിലവിൽ എൻ്റെ വാഹനത്തിൽ ഈ ഒരു സ്പീഡോമീറ്റർ കേബിളാണ് ഡാമേജ്. കാലപ്പഴക്കം കൊണ്ട് എവിടെയോ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേബിളാണ് മാറ്റേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എനിക്ക് സ്പീഡോമീറ്റർ അഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഈ വഴിയാണ് ഇതിൻ്റെ കേബിൾ വന്ന് ഈ ഫ്ലോറിലൂടെ പോയി ഇവിടെ വന്ന് പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ കേസിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിൽ 5 സ്പീഡ് ഗിയർ ബോക്സിലേക്കല്ല സ്പീഡോമീറ്റർ കേബിൾ വരിക, നേരെ ട്രാൻസ്ഫർ കേസിലേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്പീഡോമീറ്ററിൽ നിന്ന് അഴിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മളുടെ പഴയ സ്പീഡോമീറ്റർ കേബിൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയത് ഇതാണ് വരുന്നത്. അതിൻ്റെ പാർട്ട് നമ്പറാണിത്. തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ തുടങ്ങാം. അതിലാദ്യം ഈ ഒരു റബ്ബർ പോർഷൻ വരുന്ന ഭാഗം നമുക്ക് താഴേക്കാക്കി ഫ്ലോറിൽ ചെയ്യണം. വാഹനത്തിലെ ഈ ഒരു പോർഷനാണ് ട്രാൻസ്ഫർ കേസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെയായിട്ട് കട്ടിങ് കാണാം, ഒരു ചെറിയൊരു ഓയിൽ സീൽ കാണാം. അതുപോലെ ഈ ഒരു പോർഷനാണ് സ്പീഡോമീറ്ററിലേക്ക് വരുന്നത്. നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ട്രാൻസ്ഫർ കേസിലേക്കും പിന്നീട് സ്പീഡോമീറ്ററിലേക്കും കൊടുക്കാം. അതായിരിക്കും ഒന്നും കൂടി എളുപ്പം ഉണ്ടാവുക. ഇതിലൂടെ വെള്ളം കിടക്കാതെക്കാനും അതുപോലെ തന്നെ ഈ ഒരു കേബിൾ ഡാമേജ് വരാതെക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു റബ്ബർ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി കയറിയിരുന്നാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകും. നമുക്ക് ഈസി ആയിട്ട് ഈ നെറ്റ് ഇടാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഈ ഒരു റബ്ബറിൻ്റെ പോർഷൻ ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്, അതിലേക്ക് കൊടുക്കാം. പിന്നെ കേബിള് താഴെ നിന്ന് എത്ര ലെങ്ത്ത് ഇങ്ങോട്ട് കൊടുക്കണം എന്നുള്ളത് ഇതിലേക്ക് കൃത്യമായൊരു മാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു ബ്ലൂ മാർക്കിംഗ് വരുന്നുണ്ട്. അത്രത്തോളം മാത്രം ഇതിനെ പുറത്തേക്ക് ഇതാക്കിയാൽ മതിയാവും. അതിനുശേഷമുള്ളത് നമുക്ക് ഉള്ളിലേക്ക് ഉള്ളതാണ്. അതിനുശേഷം ഇവിടെ അടുത്ത ക്ലിപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേബിള് ഒരു കാരണവശാലും സൈലൻസറിൽ തട്ടില്ല. നിലവിൽ ഈ താഴ്ഭാഗത്തൂടെ എടുത്ത് ഈ ഒരു കോർണറിലൂടെ വന്ന് ഇതിലൂടെ കൊണ്ടുപോയി ഇതിലൂടെ വന്ന് ഈ ഒരു ബ്ലോവറിൻ്റെ ഇടയിലൂടെ പോയി നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. ഇനി ഇതിന് മുകളിലേക്കാണ് ചെയ്യുന്നത്. ഇനി ഈ ക്ലച്ചിൻ്റെ പുറകിലൂടെ ഇതിനെ മുകളിലേക്ക് എടുക്കണം. മുകളിലേക്ക് എടുത്തതിന് ശേഷം ഈ പോർഷനിലായിട്ട് വീണ്ടും ഒരു കേബിൾ ടൈ വരുന്നുണ്ട്. അതിൽ നമ്മളിതിനെ ഹുക്ക് ചെയ്ത് കൊടുക്കണം. നിലവിൽ സ്പീഡോമീറ്റർ കേബിൾ ഫുള്ളായിട്ട് കയറി എന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് ഈ എൻഡിലേക്ക് ഇത് തട്ടും ചെയ്യും. അതുപോലെ ഇവിടെയുള്ള ഈ 2 കട്ടിങ്ങുകൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു ഗ്രൂ ഉണ്ട്, അതിലേക്ക് കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും. ഇത് വീണതിന് ശേഷം മാത്രമേ സ്പീഡോമീറ്റർ തിരിച്ചു വയ്ക്കാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേബിൾ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയേക്കാം.
അങ്ങനെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സ്പീഡോമീറ്റർ കേബിൾ മാറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫോർ നൗ.